എനിക്ക് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന അപ്ഡേറ്റ് ഫയലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിൽ നമുക്ക് നമ്മളെ ജിമ്മിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലംബോർഗിനി സിയാൻ്റെ ചീറ്റ് കോഡ് 2189 നമ്മുടെ ചീറ്റ് കോഡ് വന്നിട്ട് 2189 2189 നമ്മുടെ ഈ ഒരു ലംബോർഗിനി സിയാൻ്റെ അടിപൊളി ചീറ്റ് കോഡ്. എല്ലാ കൂട്ടരും മസ്റ്റായിട്ട് ഇത് എടുത്തൊന്ന് കളിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ RGB കളറും ഫയലിൽ മാറിയിട്ടുണ്ട്. RGB ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ RGB എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡിലാണ് ഇപ്പോൾ നമുക്ക് RGB ഓപ്ഷൻ കിട്ടുന്നത്. നമുക്ക് കാറിലൊക്കെ RGB കളർ മാറ്റണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇൻ കേസ് നമ്മുടെ ഗെയിമിലോട്ട് RGB കളറിൻ്റെ ഓപ്ഷൻ വന്നത്. നേരത്തെ വേറൊരു മോഡലായിരുന്നു. ഇപ്പോൾ ആ ഒരു മോഡൽ മാറ്റിയിട്ട് പുതിയൊരു മോഡൽ നമ്മൾ RGB കളറാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കിടിലെ ഒരു ലംബോർഗിനി സിയാറാണ് കേസ്. ഞാൻ ഇപ്പോഴും പറയണം, അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യാൻ മസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാക്കൊണ്ട്. ഈ ഒരു വീഡിയോയിൽ കുറേ അധികം ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ ആദ്യം എടുക്കുക. ഫോൺ എടുത്തിട്ട് അവിടെ ഞാൻ അടിക്കുന്ന കോഡ് അടിക്കുക. 40 അടിക്കുക. 40 അടിക്കുമ്പോൾ സ്കൂട്ടർ കിട്ടും. നിങ്ങൾ 40 അല്ല 5 അടിക്കുക. 5 അടിക്കുമ്പോൾ നമുക്കിവിടെ എഴുതിക്കുകയാണെങ്കിൽ സൂപ്പർ പഞ്ചാണ് കേസ് ആക്ടിവേറ്റ് ചെയ്തത്. ഇതൊരു ഓപ്ഷനാണ് സൂപ്പർ പഞ്ച്. നമുക്ക് NPC പഞ്ച് ചെയ്തത് സൂപ്പർ പഞ്ച് എന്ന് പറഞ്ഞാൽ തെറിച്ച് പോയി. ഞാൻ കാണിച്ചു തരാം. 5 ഓൺ ചെയ്തിട്ട് നിങ്ങൾ നമ്മൾ ഫൈറ്റ് ചെയ്താൽ കണ്ട തെറിച്ച് പോകുന്നത്. അതാണ് സൂപ്പർ പഞ്ച് എന്ന് പറയുന്നത്. പുതിയൊരു ഓപ്ഷനാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന പുതിയൊരു ഓപ്ഷനാണ് ഈ സൂപ്പർ പഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി സൂപ്പർ പഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് കേസ് പുതിയ നമ്മളെ ഗെയിമിലോട്ട് ആഡായ സൂപ്പർ പഞ്ച്. അത്യാവശ്യം സൂപ്പർമാൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സൂപ്പർ പഞ്ചാണിത്. ഇങ്ങനെയാണ് കേസ് നമ്മൾ സൂപ്പർ പഞ്ച്. നല്ല പവർ, നമ്മൾ സാധാ അടിക്കുന്ന കാലത്ത് കൂടെ പവർ നമുക്ക് അടിച്ച് വീഴ്ത്താനും കാണാൻ സാധിക്കും ആൾക്കാരെ. അപ്പോൾ ഇതൊരു അടിപൊളി ഫീച്ചറാണ്. അതിന് 5 അടിച്ചാൽ നമുക്ക് സൂപ്പർ പഞ്ച് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളെ സൂപ്പർ പഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്. കണ്ടായി ഒരു അടി അടിച്ചാൽ മതി. അത് കഴിഞ്ഞ് പുതിയൊരു ഫീച്ചറാണ് നമ്മുടെ, ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രോൺ മോഡ് മാറുമെന്ന്. അപ്പോൾ ഫൈനലി ആ ഒരു പുതിയ ഡ്രോൺ മോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡായ ഡ്രോൺ മോഡ്. കഴിഞ്ഞ ഡ്രോൺ മോഡിലാണെങ്കിൽ നമുക്ക് നമ്മളെ ക്യാരക്ടറിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഡ്രോൺ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടർ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഡ്രോണുകളും അതൊക്കെ പറത്ത് ക്യാരക്ടറെ ഉൾപ്പെടുത്താൻ കാര്യങ്ങളൊക്കെ സാധിക്കുന്ന അടിപൊളി ഒരു ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു ഡ്രോൺ മോഡിൻ്റെ ഫീച്ചറാണ്. അപ്പോൾ കേസ് എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ക്ഷമിക്കുക കേസ്. നല്ല രീതിയിൽ തന്നെ പനിയും കാണൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം ഒരു അടിപൊളി ഫീച്ചറാണ് കേസ് നമുക്ക് ആ ഒരു ഡ്രോൺ മോഡിൻ്റെത്. ഓക്കെ, അതുപോലെ തന്നെ കേസ് പുതിയൊരു ഫീച്ചർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ നമുക്ക് സൂപ്പർ ജമ്പ് എന്നാണ് ഈ ആ ഒരു ഫീച്ചറിൻ്റെ പേര്. ഇതായി നിങ്ങളിപ്പോൾ കണ്ട സ്പൈഡർമാൻ ചാടും പോലെ നമുക്ക് സൂപ്പർ ജമ്പുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന് ചീറ്റ് കോഡ് ഉണ്ട് കേസ്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഒറിജിനൽ സ്പൈഡർമാൻ കളിക്കുന്ന കൂട്ടർക്കല്ല അങ്ങനെയാണ് ചാടുന്നത്. ഇതിൽ 12-15 നമ്മുടെ സൂപ്പർ ജമ്പിൻ്റെ ചീറ്റ് കോഡ്. 12-15 നമ്മുടെ അടിപൊളി സൂപ്പർ ജമ്പാണ്. സ്പൈഡർമാൻ്റെ സൂപ്പർ ജമ്പിൻ്റെ ചീറ്റ് കോഡ് 12-15 നമ്മുടെ സൂപ്പർ ജമ്പിൻ്റെ ചീറ്റ് കോഡ്. അത്യാവശ്യം കിടിലമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി കുറേ നല്ല രീതിയിൽ തന്നെ ഫീച്ചേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഗെയിം മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു സൂപ്പർ പഞ്ചും സൂപ്പർ ജമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഉപകാരമാണ് കേസ് നമുക്ക് ഒരു സൂപ്പർ ജമ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം സൂപ്പറായിട്ട് കളിക്കാനും കളൊക്കെ സാധിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡബിൾ വെർഷൻ ഉണ്ട് കേസ്. അത് ഞാൻ നിങ്ങൾക്ക് അടിച്ചത് 12-16 അടിച്ച് കഴിഞ്ഞാൽ ഹൈ ജമ്പായിരിക്കും കേസ്, ഹയർ ജമ്പായിരിക്കും. നേരത്തെ ചാടിൻ്റെ ഇരട്ടി ചാടാൻ പറ്റും കണ്ട. അപ്പോൾ നേരത്തെ 12-15 ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ 12-16 ഇത് പുതിയതാണ്. ഇത് നേരത്തെ ചാടീൻ്റെ ഡബിൾ നമുക്ക് ചാടാൻ പറ്റും. അതിൻ്റെ ഒരു സൂപ്പർ ജമ്പാണ്. നമ്മൾ നേരത്തെ ചാടീൻ്റെ സൂപ്പർ ജമ്പിൻ്റെ ഡബിൾ നമുക്ക് 12-16 വെച്ചിട്ട് ചാടാനായിട്ട് പറ്റും. അതൊരു ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലോ ആയിട്ട് ചാടുന്നതുകൊണ്ട് ഹൈ ആയിട്ട് ചാടുന്നതുള്ള ഫീച്ചേഴ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഫീച്ചേഴ്സ് തന്നെയാണ് കേസ് ഇതൊക്കെ. അത്യാവശ്യം കിടിലമായിട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ സൂപ്പർ ജമ്പും സൂപ്പർ പഞ്ചും ഡബിൾ സൂപ്പർ ജമ്പൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ ഇപ്പോഴും പറയുന്നത് കേസ് അപ്ഡേറ്റ് നല്ല അടിപൊളി ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. കുറേ കൂട്ടരൊന്നും പറഞ്ഞിട്ടുണ്ട് കൺഫേം ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് വരുന്നത്. ഫൈനലി അത് വന്നിട്ടുണ്ട്. വലിയൊരു അപ്ഡേറ്റാണ്. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇല്ല കൂട്ടരെടുത്ത് കളിച്ചു പോകും. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത കൂട്ടർ നേരെ അപ്ഡേറ്റ്. ഇനി നമുക്കിത് ഈ ഒരു ട്രെഡ്മില്ലിൽ എങ്ങനെ ഓടാൻ നോക്കാം. നമ്മൾ ജിമ്മിലെ ട്രെഡ്മില്ലിൽ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതൊരു ട്രിക്കാണ് കേസ്, നമുക്ക് വന്നിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ നമ്മളെ ജിമ്മിനകത്ത് വരാം. ജിമ്മിനകത്തോട്ട് നേരെ വന്നിട്ട് നേരെ ചെയ്യാനുള്ളത് ആ ഒരു ട്രെഡ്മില്ലിൻ്റെ ആ ഒരു കറുത്ത കളറിൻ്റെ അവിടെ നിന്ന് വെച്ചൊന്ന് കയറി നിൽക്കുക. കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു
ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കറുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ ഗൈസ്, അങ്ങോട്ട് വെച്ചിട്ട് കയറിക്കുന്നതിന് മുന്നേ നമ്മുടെ ഇതൊന്ന് ഡ്രോൺ മോഡ് അടിക്കില്ല. ഡ്രോൺ മോഡ് വയ്ക്കുന്നതിന് മുന്നേ നമുക്കിൻ്റെ ഐക്കൺസ് എല്ലാം ഒന്ന് മറയ്ക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഐക്കൺസ് എല്ലാം മറച്ചെടുത്തിട്ടുണ്ട്, കൺട്രോൾസ് എല്ലാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നമ്മളെ ഡ്രോൺ മോഡ് അടിക്കുന്നത് തൊട്ടടുത്ത് നിന്നിട്ട് ജസ്റ്റ് ഡ്രോൺ മോഡ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തൊട്ട് കയറി നിൽക്കണം. കയറി നിന്നിട്ട് ജസ്റ്റ് നമ്മളെ ഡ്രോൺ മോഡ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ട്രെഡ്മില്ലിൽ വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇത് ഇത്ര സ്പീഡേ ഉള്ളൂ. ഒറിജിനലായിട്ട് എങ്ങനെയാണ് ചെയ്യണത് അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി ഫീച്ചർ കൊണ്ടുവരും. അപ്പോൾ ഞാൻ ചെയ്ത അതേ മെത്തേഡിലൂടെ നിങ്ങളും ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ നമ്മുടെ ആ ട്രെഡ്മില്ലിൻ്റെ കറുത്ത ഭാഗത്തിന് അവിടെ കൊണ്ടുവച്ചിട്ട് ഡ്രോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ അടിപൊളി ഫീച്ചർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപകാരം, ഈ ഒരു ഫീച്ചറിൻ്റെ ഉപകാരം നമുക്ക് ഈ ഒരു വെബ് സീരീസ് ആയിട്ട് ചെയ്യണം. കുറേ അധികം ഫ്രണ്ട്സുകളുണ്ട് എനിക്ക്. അപ്പോൾ ഇതിന് നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D വെബ് സീരീസ് ആയിട്ട് ചെയ്യണം. ആ ഒരു കൂട്ടർക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഇത്. ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഉപകാരപ്പെട്ട ഐറ്റം തന്നെയാണിത്. അത്യാവശ്യം ഒറിജിനൽ പോലെ തന്നെ ചെയ്തെടുക്കാൻ എൻ്റെ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഗെയിമിലോട്ട് വന്നത്. വലിയൊരു അപ്ഡേറ്റ് ചെയ്യണതാണ് ഇപ്രാവശ്യം നമ്മുടെ ഗെയിമിലോട്ട് വന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ അധികം ഫീച്ചേഴ്സ് കുത്തിനിറച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത്. അപ്പം എത്ര കൂട്ടർക്ക് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് മറക്കില്ല. ഇനിയും കുറേ അധികം അപ്ഡേറ്റ് വരാണ്ട് ഇനി വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.